എന്തെങ്കിലും പറയാനുണ്ടോ? മാഡം, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. മാമച്ചൻ എന്ന് പറയുന്ന പരാതിക്കാരൻ പാലം പണിയിൽ വൻ ക്രമക്കേടാണ് നടത്തിയത്. ആ ഒറ്റ കാരണം കൊണ്ട് തന്നെ അയാളുടെ ബില്ലുകളൊന്നും പാസ്സാക്കാൻ ഞാൻ സമ്മതിച്ചില്ല. ആ ദേഷ്യ ഇങ്ങനെ അയാൾ തീർക്കുന്നത്. നിങ്ങൾ അയാളുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിയോ? ഇല്ല. വാങ്ങിയെന്നാണല്ലോ ഇതിൽ എഴുതിയിരിക്കുന്നേ. അതൊരു ചതിയായിരുന്നു മാഡം. ശരത് എന്നൊരാളെ അയാളെ സ്വാധീനിച്ച് നടത്തിയ ഒരു നാടകം. അതിന്റെ ഇരയാ ഞാൻ. എന്റെ വീട്ടിലെ പേയിങ് ഗസ്റ്റായിട്ട് താമസിക്കുന്ന ഒരാളാ ശരത്ത്. അയാൾ തരുന്ന വാടകയാന്ന് പറഞ്ഞ ആ നോട്ടുകൾ അവൻ എന്റെ തന്നത്. മറ്റൊന്നും ആലോചിക്കാതെ ഞാനത് വാങ്ങിയെന്നുള്ളത് ശരിയാ. കോടതി അതെങ്ങനെ വിശ്വസിക്കും? മാഡം, ഈ കേസിൽ വിജിലൻസ് പറയുന്നതിൽ ഒരു ലോജിക്കൽ ഇഷ്യൂ ഉണ്ട് മാഡം. മാമച്ചന്റെ കയ്യിൽ നിന്ന് ഞാൻ കൈക്കൂലി വാങ്ങി എന്നുള്ളതാണല്ലോ കേസ്. അങ്ങനെ വാങ്ങിയിട്ടുണ്ടെങ്കിൽ എനിക്ക് ആ ഫയൽ ഒപ്പിട്ടാ പോരായിരുന്നോ? എന്തിനാ ഫയലിൽ എന്റെ വിയോജിപ്പ് എഴുതണം? എഴുതിയെന്ന് മാത്രമല്ല മാഡം, ഞാൻ ആ ഫയൽ മുകളിലേക്ക് റെഫർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ സർവീസ് കയറിയിട്ട് അധിക നാളൊന്നും ആയിട്ടില്ല. ഭർത്താവ് മരിച്ചതിനെ തുടർന്ന് കിട്ടിയ ഒരു ആശ്രിത നിയമനത്തിലൂടെയാ എനിക്ക് ജോലി കിട്ടിയത്. ഞാനൊരിക്കലും കൈക്കൂലി വാങ്ങില്ല മാഡം. ഇരിക്കുന്ന കസേരയുടെ മഹത്വം എന്താണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ഞാനത് കളങ്കപ്പെടുത്തില്ല. എന്റെ നിരപരാധിത്വം കോടതി പരിഗണിക്കണം. ശരത്തിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്ത എല്ലാ സത്യങ്ങളും പുറത്തു വരും. അതിനുള്ള ഉത്തരവുണ്ടാവണമെന്ന് ഞാൻ താഴ്മയായിട്ട് അപേക്ഷിക്കാം. പ്ലീസ്. റിലീസ് ഹർ. കൈക്കൂലി വാങ്ങിയെന്ന് സംശയാതീതമായി തെളിയിക്കാൻ പറ്റുന്ന സാഹചര്യമല്ല ഇത്. ഈ FIR റദ്ദാക്കുകയാണ്. കൈക്കൂലി വാങ്ങുന്നത് പോലെ തന്നെ കൊടുക്കുന്നതും കുറ്റാരമാണ്. അതുകൊണ്ട് ഈ കേസിൽ ദേവിക നിരപരാധിയാണെന്ന് വിശ്വസിക്കാനാണ് ഈ കോടതിക്കിഷ്ടം. ശരത് എന്ന വ്യക്തി ഈ കേസിലെ യഥാർത്ഥ പ്രതിയാണെന്ന് കോടതി സംശയിക്കുന്നു. വേണ്ട തെളിവുകൾ ഹാജരാക്കുന്നതുവരെ പ്രതിയെന്ന് സംശയിക്കുന്ന ശരത്തിനെ അറസ്റ്റ് ചെയ്ത് 14 ദിവസത്തെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വയ്ക്കാൻ ഈ കോടതി ഉത്തരവിടുന്നു.